നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രഭാകരനും ആൾക്കാരും കൂടെ അമ്പലത്തിന്റെ പരിസരത്തും മറ്റും നോക്കുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോലീസിൽ അറിയിക്കാം. അല്ലാണ്ട് എന്താ ചെയ്യാ? അതെ, നമുക്ക് കണിമംഗലത്തൊന്ന് വിളിച്ചു പറഞ്ഞാലോ? അവർക്ക് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധം കാണില്ലേ? കണിമംഗലത്തുകാരെ അറിയിക്കാൻ ഈ ഒരു കാര്യം കണിമംഗലത്തുകാരെ അറിയിച്ചാൽ അതോടെ കഴിഞ്ഞു. ബോധക്കേട് പറയരുത് യശോദേ. അന്വേഷിക്കാൻ പോയവർ തിരിച്ചു വരട്ടെ, എന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? എവിടുന്നപ്പ നീ വരുന്നത്? ഇനി എന്താ വിശേഷിച്ച് ചോദിക്കാനുള്ളത്? കൂടെ വന്നിരിക്കുന്നവരെ കണ്ടില്ലേ? കുറച്ച് പ്രസിദ്ധിയുള്ളവരെ കണ്ടപ്പോ തന്തയും വേണ്ട തള്ളയും വേണ്ട. ഏത് നേരത്താണെങ്കിലും ഇറങ്ങി പോയിക്കോളൂ. രാധിക എന്റെ അടുത്തേക്ക് വന്നതല്ല. ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴിക്ക് റോഡിൽ വെച്ചാ ഞങ്ങൾ തമ്മിൽ കണ്ടത്. കുറെ ഗുണ്ടകള് ഈ കുട്ടിയെ ഓടിക്കുകയായിരുന്നു. സത്യത്തില് വഴി ബ്ലോക്ക് ആയതുകൊണ്ടാ ഞങ്ങൾ ആ വഴി വന്നത്. അല്ലായിരുന്നെങ്കിൽ ആരാ മോളെ അവര്? ആരാ അതിനെ ദ്രോഹിച്ചത്? അത് തെരുവിൽ വെച്ച ഒരാൾ എന്റെ കൈ കയറി പിടിച്ചെന്ന് പറഞ്ഞില്ലേ? അയാളും അയാളുടെ കൂട്ടുകാരുവാ. നീ എന്തിനാ വാതില് തുറന്ന് പുറത്തു പോയത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഭാര്യയും ഭർത്താവും കൂടി എന്റെ നാവടക്കാൻ പറയും. ഇവള് നാട്ടിൽ നടന്നുണ്ടാക്കുന്ന കാര്യങ്ങളുടെ ബാക്കി തന്നെയാ ഈ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഇന്ന് ഇവളെ പിടിക്കാൻ വന്നു, നാളെ ഈ കുടുംബത്തിലുള്ളവരെ കൊല്ലാൻ വരില്ല എന്ന് നിശ്ചയമുണ്ടോ? ഈ നാശം പിടിച്ചവള് കാരണം എന്നെങ്കിലും ഈ കുടുംബത്തിന് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ ദേവാ? മുത്തശ്ശി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? രാധിക ഒരു അനാഥ കുട്ടി ആയതുകൊണ്ടാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.